അതായത് BRC എന്ന് പറയുന്നത് BRCT എന്ന് പറയുന്ന കോയിൻ ഓൾറെഡി അത് നിലവിൽ വന്നു. അതിപ്പോൾ 1-2 എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് എക്സ്ചേഞ്ചിനും കൂടി ലിസ്റ്റ് ആവാനൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ വേറെ ഒരു കോയിൻ്റെ എയർ ഡ്രോപ്പൊക്കെ കൊടുത്തായിരുന്നു. പിന്നെ ഇവരെ ഈ കോയിന് നമുക്ക് കിട്ടും. അതിനായിട്ട് ഇവരുടെ BRC ആപ്പ് രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ ചെറിയ ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഡെയിലി നമുക്ക് 5 കോയിൻസൊക്കെ വെച്ച് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് റെഫറൽ ചെയ്തിട്ട് ഏൺ ചെയ്യാം. അപ്പോൾ ഇവരുടെ BRC20 എന്ന് പറയുന്ന ഒരു എക്കോ സിസ്റ്റമാണ്. ഇതിലൊരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം Web3 അവരുടെ പുതിയ പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു Web3 റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ പ്രൊജക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ എയർ ഡ്രോപ്പ് എങ്ങനെ ക്ലെയിം ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു എയർ ഡ്രോപ്പിൽ എങ്ങനെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BRC ആപ്പ് എന്ന ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് സൈനപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. പക്ഷേങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ വെറുതെ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് സ്പേസ് കളയണ്ട. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇതിൻ്റെ വെബ്സൈറ്റ് തന്നെ യൂസ് ചെയ്താൽ മതി. ഓക്കെ, ശേഷം ഇതിൽ നമുക്ക് ഇവിടെ ഇമെയിൽ ID പാസ്വേഡൊക്കെ കൊടുത്തിട്ട് അക്കൗണ്ട് സൈനപ്പ് ചെയ്തിട്ട് നമുക്ക് സൈൻ ഇൻ ചെയ്യാം. പക്ഷേ അത് വെറുതെ സമയം കളയണ്ട. നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ അക്കൗണ്ട് സൈനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഗൂഗിളിൻ്റെ Gmail അക്കൗണ്ട് ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഓൾറെഡി നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ടുള്ള ഒരുപാട് ഇമെയിൽസ് കാണും. അതിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഇമെയിൽ ID സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ ഒരു ഇമെയിൽ ID ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് താഴെ കണ്ടോ അല്പം ലോഡിംഗ് ആയിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. കണ്ടോ ഇവിടെ റെഫറൽ കോഡ്, താഴെ റെഫറൽ കോഡ് ഏത് ലിങ്കാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് ആ ലിങ്കിൻ്റെ റെഫറൽ കോഡ് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ കൺഫേം സ്കിപ്പ് എന്ന് കാണാം. ഇവിടെ കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വരുന്ന പേജ് നമ്മുടെ യൂസർ നെയിം ഇവിടെ കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അസിയഡൂർ ബിസിനസ് എന്ന് കൊടുക്കുകയാണ്. ശേഷം ഇവിടെ താഴെ സെറ്റ് യൂസർ നെയിം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ യൂസർ നെയിം ക്രിയേറ്റ് ആയിട്ട് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ആയി രജിസ്റ്റർ ആയിട്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കണക്ട് യുവർ വാലറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ബ്ലോക്ക് ചെയിനിൽ ഏതെങ്കിലും വാലറ്റ് അഡ്രസ്സ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചുമ്മാ ഞാനിപ്പോൾ ഒരു അഡ്രസ്സ് കൊടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ചുമ്മാ കൊടുക്കല്ലേ, ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ബ്ലോക്ക് ചെയിൻ വാലറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. മെറ്റാമാസ്ക് അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റിൽ നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ അവിടെ കൊടുക്കേണ്ട അഡ്രസ്സ് എന്ന് പറയുന്നത് എത്തിരത്തിൻ്റെ ERC നെറ്റ്വർക്കുകളുടെ അഡ്രസ്സാണ് നമ്മൾ കോപ്പി ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വാലറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ പാസ്വേഡൊക്കെ ഇട്ട് സെക്യൂർഡ് ആക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പാസ്വേഡൊക്കെ ചോദിക്കും. പാസ്വേഡൊക്കെ നമ്മൾ ഇതുപോലെ കൊടുക്കുക, എന്നിട്ടത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എത്തിരിയം നെറ്റ്വർക്ക് ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ERC20 നെറ്റ്വർക്ക് അഡ്രസ്സ് തന്നെയാണിത്. അപ്പോൾ ഞാനിവിടെ അത് കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്തിട്ട് ഇവിടെ വാലറ്റ് എന്ന സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ലോങ് പ്രസ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വാലറ്റ് അഡ്രസ്സ് കണക്റ്റായി. പിന്നെ ഇവിടെ അപ്പോൾ തന്നെ മുകളിൽ കണ്ടോ 5 പോയിൻ്റ് കിട്ടി, കണ്ടില്ലേ? ഇങ്ങനെ പോയിൻറ്റ്സ് നമ്മൾ കൂട്ടി കൊണ്ടുവരണം ഇതിൽ. പിന്നെ ഇവിടെ ലേൺ അബൌട്ട് BRC ആപ്പ് എന്ന് പറയുന്നൊരു ബട്ടൺ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവരുടെ വെബ്സൈറ്റൊക്കെ നമ്മൾ ഫുൾ വാച്ച് ചെയ്യുക. ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കുക. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വെറുതെ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി ടിറ്റ് എന്ന് കണ്ടോ, ടിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് ഈ പോസ്റ്റ് ടിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ടിറ്റ് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 5 പോയിൻറ്റ്സ് കിട്ടും. ഞാനിപ്പോൾ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കിട്ടാത്തത്. പിന്നെ ഇവിടെ മുകളിൽ കണ്ടോ ഇൻവൈറ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ കാണുന്ന ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമ്മൾ മാക്സിമം റെഫറൽ ചെയ്യുക. അപ്പോൾ നമുക്ക് കോയിൻസ് കിട്ടും. അതുപോലെ ഇതിൽ എക്സ്ട്രാ 10 പോയിൻറ്റ്സ് റിവാർഡായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമുക്ക് ഇതിൽ പോയിൻറ്റ്സ് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇതിൽ ഒരുപാട് പോയിൻറ്റ്സ് ഏൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ കിട്ടിയ പോയിൻറ്റ്സ് നമുക്ക് ഇവരുടെ BRCT എന്ന് പറയുന്ന അവരുടെ ഓൺ കോയിന് നിലവിൽ ഇപ്പോൾ 3-4 ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ആവാനുണ്ട്. അപ്പോൾ ഈ കോയിന് നമുക്ക് കൺവേർട്ട് ആയിട്ട് തരും. നമ്മുടെ ഈ ഇപ്പോൾ കിട്ടിയ കോയിൻസ് നമുക്ക് ഇതിൽ ഒരുപാട് പോയിൻറ്റ്സ് കിട്ടുമല്ലോ. അപ്പോൾ അത്
അവർ അവരുടെ സ്വന്തം BRCT എന്ന് പറഞ്ഞ കോയിന് കൺവേർട്ടാക്കി തരും. എന്നിട്ട് നമുക്കത് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ വരാറുണ്ട്. അതുപോലെ തന്നെ ഈ പോയിൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലും എയർ ഡ്രോപ്പ് ഏതെങ്കിലും കോയിൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് കൺവേർട്ടായിട്ട് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ഇതിൽ പോയിൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനായിട്ട് നമ്മൾ ഈ 3 ടാസ്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എത്തീരിയം വാലറ്റ് അഡ്രസ്സ് ഇതിൽ കൊടുക്കണം. അത് ERC20 നെറ്റ്വർക്കിലെ അഡ്രസ്സാണ്. നമ്മൾ മെറ്റാമാസ്ക്, ട്രസ്റ്റ് വാലറ്റ് പോലെയുള്ള അതിലെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. അത് ആരും തെറ്റിപ്പോകരുത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ നമുക്ക് റെഫറൽ ചെയ്തിട്ടും ഇതിൽ പോയിൻറ്റ്സ് ഏൺ ചെയ്യാം. അപ്പോൾ ഈ പോയിൻറ്റ്സ് നമുക്ക് അവരുടെ കോയിനായിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അപ്ഡേറ്റ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ മാക്സിമം ഇത് പ്രയോജനപ്പെടുത്തുക. ഓക്കെ.